ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? ദൈവത്തിന്റെ കരുണ കൊണ്ട് യാത്രയെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി തിരിച്ചെത്തി കേട്ടോ. നിങ്ങൾ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? പ്രാർത്ഥനയ്ക്കെല്ലാം പ്രത്യേകം നന്ദി. പോകുന്ന വഴിക്കൊക്കെ ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര സന്തോഷ സ്നേഹമൊക്കെയാണ്. നിങ്ങളോട് അങ്ങനെ ഉണ്ട് കേട്ടോ. ഇതൊരു സാക്ഷ്യം വായിക്കാം അല്ലേ? ഇതിനകത്ത് നമുക്കറിയാം സാധാരണ മനുഷ്യന്റെ അനുഭവങ്ങളുടെ സാക്ഷ്യങ്ങൾ, എക്സ്ട്രാ ഓർഡിനറി മേജർ മിറക്കുകൾ അത്ഭുതങ്ങൾ മാത്രമല്ല, എല്ലാ ഈശോയും മഹത്വപ്പെടുത്തുന്ന സാക്ഷ്യങ്ങൾ വായിക്കുകയാണ് കേട്ടോ. പ്രിയപ്പെട്ട ബിനോയിച്ച, എൻ്റെ പേര് മരിയ. ഞാൻ എറണാകുളത്ത് നിന്നാണ് ലെറ്റർ എഴുതുന്നത്. 2021 മുതൽ ഞാൻ അച്ഛൻ്റെ ഷോർട്ട് വീഡിയോ കാണാറുണ്ട്. ആദ്യം ഒന്നും കാണാൻ കൂട്ടാക്കിയില്ലെങ്കിലും, അത് പിന്നെ നമ്മൾ അങ്ങനെയാണല്ലോ, ഒന്ന് തോണ്ടി വിടുമല്ലോ. ഇല്ലെങ്കിലും പിന്നീട് അച്ഛൻ്റെ ടോക്ക് കണ്ടില്ല എന്തോ ഒരു ധൈര്യക്കുറവാണ്. അതാണ് ഈശോയുടെ ഒരു പ്രവർത്തനം. ഈശോ ഒരു സ്നേഹം നിക്ഷേപിക്കുക, ഈശോ ഒരു ഐക്യം കൊണ്ടുവരിക കേട്ടോ. അച്ഛൻ്റെ ടോക്കിലൂടെ ഈശോ എപ്പോഴും സംരക്ഷണവും ധൈര്യവും നൽകിയിട്ടുണ്ട്. അച്ഛൻ പറയുന്ന വചനങ്ങളുടെ ദൈവം എന്നെ അനുഗ്രഹിച്ചിരുന്നു ഞാൻ ഓർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടോക്ക് കേൾക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ തോന്നിയല്ല, ദൈവം ഈശോ എന്നെ ഒന്ന് അനുഗ്രഹിച്ച വിഷമിക്കരുത്. ഒരു ദിവസം ഇതുപോലെ സാക്ഷ്യപ്പെടുത്താൻ നിങ്ങൾക്ക് ഇടവരും. വിശ്വസിച്ച് ഈശോട് അങ്ങ് പറഞ്ഞോ പറയാൻ വേണ്ടി ഗ്യാപ്പിട്ടത് കേട്ടോ. അനുഗ്രഹങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിലും ഞാൻ ദൈവത്തിൽ നിന്ന് അകലുകയില്ല, ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചു. ഇതാണ് ദാനിയേലിന്റെ ആധ്യാത്മികത. ദാനിയേൽ ഈ സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് എരീതിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങേക്ക് പറ്റും. ഇത് രക്ഷിച്ചില്ലേലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ അങ്ങോട്ട് ചേർന്ന് നിൽക്കും എന്നുള്ളതാണ്. ആ തീച്ചോളയിലേക്ക് എഴുതുന്ന സമയത്താണ്, സിംഹത്തിന്റെ അല്ല, ഇത്ര സമയത്ത്. വീട് പണി പൂർത്തിയാക്കാത്തതിനാലും പണിക്കുള്ള തുകയില്ലാത്തതിനാലും വിവാഹത്തിന്റെ കാര്യത്തിൽ മുഴുവൻ തടസ്സങ്ങളായിരുന്നു. ഞങ്ങൾ 3 മക്കളാണ്. അവ പണി പൂർത്തിയായ വീട്ടിൽ നിന്ന് വിവാഹം കഴിഞ്ഞിറങ്ങണമെന്നുള്ളത് ആഗ്രഹിച്ചിരുന്നു. ഇതൊരാഗ്രഹം മാത്രമാണെന്നും നടക്കാൻ യാതൊരു സാധ്യതയില്ലെന്നും അറിയാം. എങ്കിലും ദൈവത്തെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഡെയിലിയുള്ള ടോക്ക് കാണുകയും അതുപോലെ പഴയ വീഡിയോയിൽ വീട് പണിയുടെ തടസ്സങ്ങൾ മാറുന്ന അച്ഛൻ്റെ ടോക്ക് കേട്ട് പ്രാർത്ഥിച്ചു. ആഗ്രഹം സാധിച്ചാൽ ഈശോയെ മഹത്വപ്പെടുത്തി സാക്ഷി വഹിക്കാമെന്ന് എൻ്റെ വചനം എഴുതുന്ന ബുക്കിൽ എഴുതി വെച്ചു. അതാണ് കാര്യം. എഴുതി വെച്ചതിനോട് പ്രാർത്ഥിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എഴുതുമ്പോഴൊക്കെ ഈശോ കാണുന്നില്ലേ? അല്ലെ, ഈ വചനം എഴുതുമ്പോൾ ഈശോ കാണുവാണ് എന്ന് പറഞ്ഞതുപോലെ. ഒരു മുറി പോലും പിടിക്കാൻ വകയില്ലായിരുന്ന സമയത്ത് കഴിഞ്ഞ മെയ് 2024 വീട് പണി വളരെ മനോഹരമായി ഭംഗിയായി പൂർത്തിയാകുകയും ആഗ്രഹിച്ച പോലെ നല്ലൊരു വീടാണ് ദൈവം ഞങ്ങൾക്ക് തന്നത്. വീട് പണി കഴിഞ്ഞ ഉടനെ നല്ലൊരു വിവാഹാലോചന വരികയും ജാനുവരി 2025 ദൈവാനുഗ്രഹ വിവാഹം നടക്കുകയും ചെയ്തു. അച്ഛനോട് ഈശോയാണ് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തന്നത്. എനിക്ക് ഉറച്ച വിശ്വാസമാണ്, എനിക്കും വിശ്വാസമാണ്. മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. ലൂക്കാ 18 വചനം എന്ന വചനത്തിന്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ എന്തറിയാനിടയായി. നല്ലൊരു ജോലി എന്നുള്ള ആഗ്രഹം ദൈവം എനിക്ക് സാധിച്ചു തരുന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അച്ഛനിലൂടെ പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവായ രക്ഷന്റെ ഈശോയ്ക്ക് ഇന്ന് സ്തുതിയും മഹത്വം പോഴ്ച ആരാധന ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം തെറ്റില്ലല്ലോ. അതിപ്പോൾ അച്ഛനൊന്നുമല്ല, ഈശോ എന്നുള്ള കൃത്യമായിട്ട് ഏറ്റു പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രൈസ് അല്ലോ. എന്തായാലും മരിയനെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കും. മരിയൻ തന്നെയല്ലേ വേറെ അല്ലേ ഞാൻ വിചാരിക്കുന്നു. അത് തന്നെ പ്രൈസ് അല്ലോ. ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള, വേണമെങ്കിൽ ഇത് ആദ്യം ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് അങ്ങനെയൊന്നുമില്ല. വീഡിയോ എടുക്കുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് എടുക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7-ാമത്തെ അധ്യായത്തിന്റെ 51-ാമത്തെ തിരുവചനത്തെ ബേസ് ചെയ്തിട്ടാണ്. തലക്കെട്ട് എങ്ങനെയാണ്? വെറുതെ മല്ലടിക്കരുത്. ആക്ട്സ് ചാപ്റ്റർ 7:51 വിശുദ്ധ സ്തെഫാനോസിന്റെ പ്രസംഗമാണ്. എന്നിട്ട് സ്തെഫാനോസ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. മർക്കട മുഷ്ടിക്കാരെ, നല്ലൊരു സംബോധനയാണ് മോശമില്ല. മർക്കട മുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. നേരെ പറയാം, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങൾ. നല്ലൊരു വചനമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പറയാം അപ്പന്റെ അതേപോലത്തെ വച്ച് അല്ലേ, അപ്പന്റെ അതേ സ്വഭാവം, അല്ലെ അമ്മയുടെ അതേ മൂക്ക്, അമ്മയുടെ അതേ സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയും. എന്ന് പറയുന്നത് പോലെയാണ് ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ അല്ലെങ്കിൽ രക്ഷാകര ചരിത്രം മുഴുവൻ ഇങ്ങനെ പറഞ്ഞ് അവതരിപ്പിച്ചിട്ട് ദാവീദ് ദേവാലയം പണിതാൻ ആഗ്രഹിച്ചത്, സോളമൻ പണിതത് എന്നൊരു കംപ്ലീറ്റ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇതൊന്നും ഈ പറയുന്ന യഹൂദര് അല്ലെങ്കിൽ കേൾവിക്കാർ കേൾക്കുന്നില്ല. അവരിങ്ങനെ മല്ലടിച്ചൊന്നും അപ്പോഴാണ് വിളിക്കുന്നത് മർക്കട മുഷ്ടിക്കാർ. അതൊരു പ്രത്യേക ജീവിയുടെ പേരാണെന്നറിയാമല്ലോ അല്ലെ. അപ്പോൾ ഈ മർക്കട മുഷ്ടി എന്ന് പറയുന്നത് 1 സാമുവേൽ 15 സാമുവേൽ വഴി ദൈവം സാവൂളിനോട് പറയാണ്, സാവൂള് രാജ്യത്ത് നിന്ന് തള്ളിക്കളയുമ്പോൾ മർക്കട മുഷ്ടി, വിഗ്രഹാരാധന പോലെ, മന്ത്രവാദം പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാം മർക്കട മുഷ്ടിക്കാർ. എന്നിട്ട് പറയാൻ ഹൃദയത്തിലും കാതുകളിൽ അപരിച്ഛേദിതരെ. അവർ ശരീരത്തിൽ പരിച്ഛേദന തന്നെ, പക്ഷേ ഹൃദയത്തിൽ ഒരു പരിച്ഛേദന വേണം, കാതുകളിൽ ഒരു പരിച്ഛേദന വേണം. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്വരമാണ്, കാതുകളിൽ പരിശുദ്ധാത്മാവിന്റെ സ്വരം. മനുഷ്യരിലൂടെ സ്തെഫാനോസിലൂടെ പ്രവാചകന്മാരുടെ കേൾക്കുമ്പോൾ അതങ്ങ് അടച്ചു കളയും. എന്നിട്ട് അങ്ങനെ ചെയ്യുന്ന പരിശുദ്ധാത്മാവിൽ മല്ലടിക്കുന്നതെന്ന് പറയും.
അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എത്രയോ തവണ പരിശുദ്ധാത്മ ഉള്ളിൻ്റെ ഉള്ളിൽ പല പല കാര്യങ്ങളും പറഞ്ഞിട്ട് മറക്കട മുഷ്ടിക്കാരൻ ഞാൻ വിളിക്കേണ്ട സ്ഥിതിയായല്ലോ, ഞാൻ എന്നെ തന്നെ വിളിക്കേണ്ടി വരും കുറച്ച്, അല്ലേ? ചിന്തിച്ചു നോക്കിയേ. അല്ലെങ്കിൽ ശരിക്കും ദൈവവചനത്തിലൂടെ കറക്റ്റ് പല വ്യക്തികളോട് ദൈവാത്മാവ് സംസാരിച്ചിട്ട് നമ്മൾ കാതുകളെ ഹൃദയത്തിൽ അപരിച്ഛേദരായിരിക്കുക. ഓക്കെ, മാമോദീസാരുടെ പുതിയ പരിച്ഛേദന എന്നൊക്കെയുള്ള തിയോളജിക്കൽ വ്യാഖ്യാനം ഞാൻ എല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പോഴും പരിശുദ്ധാത്മാവരോട് മല്ലെടുക്കുന്ന ഒരു പ്രകൃതമാണെങ്കിൽ സ്റ്റെഫാനോസിന്റെ പ്രശ്നം ഇന്നും അന്വർത്ഥമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം, കണ്ണടച്ച് പൊട്ടനെ പോലെ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് പ്രവർത്തനം നടക്കുക. ഈ മരിയ എന്ന് പറഞ്ഞ സഹോദരി ചിന്തിച്ച് നോക്കിയേ, പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പ്രചോദനമാണ്. കണ്ണടച്ച് അങ്ങ് വിശ്വസിച്ച് എഴുതി വെച്ച സാധ്യതയില്ലാതെ വിശ്വസിച്ച് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആത്മാവ് നേരിട്ട് പറഞ്ഞിട്ട്, അല്ലേ? ഏറ്റവും കുറച്ച് മങ്ങിയും തോന്നുന്നു, അല്ലേ? ആരെല്ല നിർത്തിയേക്കാം. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. സന്തോഷം കേട്ടോ. സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുന്നു. കർത്താവ് വിശുദ്ധ കുരിശിനാൽ നിങ്ങളെ ഇപ്പോൾ ആശീർവദിക്കുകയാണ്. എല്ലാ പൈശാചക്തികളും അന്ധകാരശക്തികളും ഉപദ്രവങ്ങളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ചുവടിലേക്ക് ആട്ടി പായിക്കുന്നു. കർത്താവിന്റെ കൃപ നിറയട്ടെ, കർത്താവിന്റെ വചനം നിറയട്ടെ, കർത്താവിന്റെ കുരിശിന്റെ അടയാളം നിറയട്ടെ. എല്ലാ പൈശാചക്തികളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ വചനം കർത്താവേ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇപ്പോൾ പ്രത്യേകം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നാളുകളായിട്ടൊരു വീട് പണി നടക്കുന്ന ഒരു സ്വപ്നം മാത്രം അങ്ങനെയുള്ള വ്യക്തികൾക്ക് വിശ്വാസത്തിന്റെ ആത്മാവ് നിറയട്ടെ. 2 പ്രാർത്ഥനയുടെ ആത്മാവ് നിറയട്ടെ. 3 കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വഴികൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതുപോലെ തന്നെ വിവാഹത്തിന് തടസ്സമുള്ളവര്, നല്ല ജോലിക്ക് ഇവിടെ ആഗ്രഹിക്കുന്നവരെല്ലാം നിയോഗങ്ങളെ സമർപ്പിക്കുക. കർത്താവ് ഈ ടോക്കിലൂടെ കർത്താവ് ഒരിക്കൽ എന്നെ ഒന്ന് സാക്ഷ്യപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്നുള്ള ആ ഒരു ആഗ്രഹമുള്ളവർ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ എന്ന് ആചരണം. എന്റെ പിതാവേ, നിങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.